ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഫ്രം ബ്ലാക്ക്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് കാടിന് നടുക്കായിട്ട് ഒരു ഒറ്റപ്പെട്ട വീട് കാണാം. വീടിന് വെളിയിലായിട്ട് പോലീസ് ടേപ്പ് കൊണ്ട് സീൽ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനു മുന്നേ ഇവിടെ എന്തെങ്കിലും നടന്നിരിക്കണം അല്ലെ? ഈ സമയം ആളില്ലാത്ത ആ വീടിനകത്തേക്ക് ഒരു പോലീസ് ലേഡി വരുന്നുണ്ട്, ആലിസൺ. കുറച്ചു സമയങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ നിന്നൊരു എമർജൻസി ഫോൺ കോൾ വന്നിരുന്നു. അത് അന്വേഷിക്കാനാണ് ആലിസൺ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ ആലിസന്റെ അനിയത്തി കോറയാണ്. പുള്ളിക്കാരി കുറച്ച് പ്രശ്നക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആലിസൺ പേടിച്ച് ആ വീടിനകത്തേക്ക് കയറി. കോറയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. താഴെ ഫ്ലോറിലായിട്ട് കുറെ ഉപ്പ് വാരി വെതറിയിട്ടുണ്ട്. അത് മാത്രോ അവിടെ മുഴുവനും എന്തൊക്കെയോ മന്ത്രവാദ ചടങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം. ഉപ്പുകൊണ്ട് സർക്കിള് വരച്ചിരിക്കുന്നു, മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നു, ബ്ലഡ്, മനുഷ്യന്റെ എല്ലുകള്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇത് കണ്ട് ആലീസിനെ കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മുറി തുറന്നു നോക്കുമ്പോഴോ അവിടെ മുഴുവനും ചോരക്കളവാണ്. അവിടെ ആരുടെയും ഡെഡ് ബോഡി ഒന്നും ഉണ്ടായിരുന്നില്ല, രക്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ ഒരു മൂലയ്ക്ക് തന്നെ നമ്മുടെ കഥാനായിക കോറ പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീടെന്താ, പോലീസുകാരെ കോറയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പോലീസുകാരെ മാറി എന്തൊക്കെ ചോദിച്ചിട്ടും നായിക അതിനൊന്ന് തന്നെ മറുപടി പറയുന്നില്ല. കോറയുടെ ദേഹം മൊത്തം ബ്ലഡ് ആയിരുന്നു, പക്ഷേ ശരീരത്തിലെ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഫോറൻസിക് പരിശോധിച്ച് നോക്കിയിട്ട് അത് കോറയുടെ ബ്ലഡ് അല്ല, മനുഷ്യരക്തം തന്നെയാണ്. പക്ഷേ ആ വീടിനകത്ത് ആരുടെയും ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ആലിസൺ തന്റെ സഹോദരിയെ സമാധാനിപ്പിച്ച് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. കോറ, നിനക്ക് വെള്ളം വല്ലതും കുടിക്കണോ? സത്യത്തിൽ എന്താ സംഭവിച്ചത്? നിന്റെ ഈ ശരീരത്തിലെ ബ്ലഡ് അതൊക്കെ എന്താ? ഇതിനെ കോറ എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയാൻ തുടങ്ങി. എനിക്ക് എന്റെ മകനെ വേണമായിരുന്നു, എനിക്ക് അവനെ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഇത് കേട്ട് ആലിസിനാകെ ഞെട്ടിപ്പോയി. ഇല്ല കോറ, നിന്റെ മകൻ ഇനി തിരിച്ചു വരില്ല, അവനെ കാണാതായി 7 വർഷമായി. ഇത് കേട്ട് കോറ ഒന്നും തന്നെ മിണ്ടുന്നില്ല, ആലിസിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അന്ന് നായികയുടെ മകനെ കാണാതായ ദിവസം ഡ്രഗ് അഡിക്റ്റ് ആയ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത കോറയെ നമുക്ക് കാണാം. പിന്നെ കോറയുടെ എക്സ് ആയിട്ടുള്ള വാൾട്ടർ അവിടെ അടിച്ചു കിറങ്ങി കിടക്കുന്നുണ്ട്. ഈ സമയം ആ ക്യാബിന് വെളിയില് പോലീസ് റേഡിയോയുടെ ശബ്ദം കേൾക്കാം. പോലീസുകാര് ഡോറിൽ അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. കോറ ഉടനെ തന്നെ എക്സിനെ വിളിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ചെന്ന് ഡോറ് തുറന്നു. ഇപ്പോ പോലീസ് ഓഫീസർ ചോദിക്കും, നിങ്ങള് നോവയുടെ അമ്മയാണോ? നിങ്ങളുടെ മകൻ ഇപ്പൊ എവിടെയാ? അവനൊന്ന് കാണാൻ പറ്റുമോ? ഈ ചോദ്യം കേട്ട് നായിക ആകെ നെർവസ് ആയി. അവൻ എന്റെ കൂടെ തന്നെയുണ്ട്, നോവ അവന്റെ മുറിയിൽ തന്നെ ഉറങ്ങുന്നുണ്ട് എന്ന രീതിയിലാണ് അവരോട് തർക്കിക്കുന്നത്. എന്നാൽ സത്യം എന്താന്ന് വെച്ചാല് ഇവര് ഡ്രഗ്സ് അടിച്ച് വെളിവില്ലാതെ കിടന്നിരുന്ന സമയത്ത് കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുഞ്ഞിനിപ്പൊ കാണുന്നില്ല. പിന്നെ ഒരു പോലീസ് പട തന്നെ ആ കാട് മുഴുവനും നോവയെ തെരയാൻ തുടങ്ങി. എന്നാലും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവന്റെ ഒരു കുഞ്ഞു ഷൂ മാത്രമേ പോലീസിനെ കണ്ടുകിട്ടിയുള്ളൂ. ഈ ഒരു സംഭവത്തിന് ശേഷം കോറ ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വന്നു ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ ചേരുന്നുണ്ട്. താൻ ചെയ്ത തെറ്റുകളും തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറ്റബോധം ഇതെല്ലാം തന്നെ പുതിയ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മക്കളെ നഷ്ടപ്പെട്ട് മനസ്സ് തകർന്നു പോയവരാണ്. തന്റെ കാണാതെ പോയ മകൻ 5 വയസ്സുകാരനായ നോവ എന്നെങ്കിലും തിരികെ വരുമെന്ന് കരുതി കോറ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അങ്ങനെ നായിക തന്റെ കുടുംബ വീട്ടിലേക്ക് താമസം മാറുന്നുണ്ട്. അവിടെ പ്രത്യേകം നോവയ്ക്ക് വേണ്ടി ഒരു മുറി ഒരുക്കുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാക്കി ഇപ്പോ പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ ആലിസൺ അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. കോറ, നീ എന്നോട് സത്യം പറ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? അത് ആരുടെ ബ്ലഡ് ആണ്? നീ അത് പറഞ്ഞാലല്ലേ നിന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോഴും കോറ ഒന്നും തന്നെ മിണ്ടാതെ അനക്കമില്ലാതിരിക്കുക. ഇക്കാര്യം ആലിസൺ മറ്റു പോലീസുകാരോട് തലയാട്ടി കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് കോറ പറയും, എന്റെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു, ആബേൽ എന്ന് പറയുന്ന വ്യക്തി കോറയുണ്ടായിരുന്ന ആ സപ്പോർട്ട് ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരുന്നു. കോറ അധികമൊന്നും ആബേലിനോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദിവസം ആബേൽ കോറയെ കാണാനായിട്ട് അവള് ജോലി ചെയ്യുന്ന കഫേയിലെത്തി. സത്യത്തിലെ നായിക അയാളെ കണ്ടാകെ ഷോക്കായി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആബേലിന്റെ മകളും ഒരു കുളത്തിൽ വീണ് മുങ്ങി മരിക്കുകയായിരുന്നു. അയാള് തന്റെ മകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ആ പോലീസുകാരെ കോറയെ നോക്കി ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുക. ആ വീട്ടിലുണ്ടായിരുന്ന ബ്ലഡ് അത് മനുഷ്യന്റേതാണോ വല്ല മൃഗത്തിന്റേതാണോ യാതൊരു പിടുത്തവുമില്ല. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോ കുറച്ചു ദിവസങ്ങളായിട്ട് കോറയെ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് കാണാതായപ്പോ ആബേൽ അവളെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. കോറ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനൊക്കെ ശ്രമിച്ചു നോക്കി. എനിക്ക് നിന്നോട് 1 മിനിറ്റ് സംസാരിച്ചാ മതി എന്ന് പറഞ്ഞ് ആബേൽ ആ വീടിനകത്തേക്ക് കയറുവാണ്. കോറയ്ക്കിപ്പോ ആ സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക്
മടങ്ങി വരാൻ തീരെ താല്പര്യമില്ല. കാരണം മകനെ കുറിച്ചുള്ള ഓർമ്മകള് അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കോറ, നിന്നെ ഹീൽ ചെയ്യാൻ ഞാൻ സഹായിച്ചോട്ടെ. കോറ, നിനക്ക് നിന്റെ മകനെ ജീവനോടെ കാണാൻ കഴിയുകയാണെങ്കിലോ? ഇത് കേട്ട് കോറ ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താ തമാശ പറയാണോ? അതോ എന്തെങ്കിലും മന്ത്രവാദമൊക്കെ ചെയ്ത് മകനെ കാണിച്ചു തരാന്നാണോ പറയുന്നേ? ആബേല് നായികയോട് എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. നിനക്ക് മകനെ കാണിച്ചു തരാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. ദേഷ്യം വന്ന കോറ ഉടനെ തന്നെ അയാളെ പിടിച്ച് വീടിന് വെളിയിലാക്കി. പോകുന്നതിന് മുന്നേ ആബേൽ ഞെട്ടിക്കുന്നൊരു കാര്യം അവളോട് പറയുന്നുണ്ട്. എനിക്കെന്റെ മരിച്ചുപോയ മകളെ തിരിച്ചു കിട്ടി. കോറ, നീ ഇത് വിശ്വസിക്കണം, അവളിപ്പോഴും ജീവനോടെയുണ്ട്. ഇതൊന്നും തന്നെ കോറ വിശ്വസിക്കില്ല. ആബേലിനെ പിടിച്ച് പുറത്താക്കി വാതിലടക്കിയാണ്. ആ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് ഇപ്പോ ആലിസൺ ചോദിക്കും, ആബേൽ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അയാൾക്ക് മകളെ തിരിച്ചു കിട്ടിയോ? സത്യം പറ കോറ, എന്നാലല്ലേ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ കോറ പറയും, അതെ, ആബേല് പറഞ്ഞത് സത്യമായിരുന്നു. അയാൾക്ക് മരിച്ചുപോയ മകളെ തിരിച്ചു കിട്ടി, അതും ജീവനോടെ. ആലിസൺ ഇത് കേട്ട് ശരിക്കും ഷോക്കായി. കോറ, നീ എന്താ ഈ പറയുന്നേ? ആബേല് മകളെ കണ്ടെത്തിയെന്നാണോ? എവിടെ നിന്ന്? അതിന് കോറ പറയും, അതെ, നമ്മള് മരിച്ചു കഴിഞ്ഞാ എങ്ങോട്ടാ പോവുക? അവിടെ നിന്നാണ് ആബേല് മകളെ കൂട്ടിക്കൊണ്ടു വന്നത്. ആലിസിന് പിന്നെ എന്ത് പറയണമെന്ന് യാതൊരു പിടുത്തമില്ല. ഇവളെന്തൊക്കെയോ പിച്ചയും പെയ്യൊക്കെ വിളിച്ച് പറയുകയാണെന്ന് കരുതി അവള് ചിരിക്കുകയാണ്. കോറ, നിനക്കൊരു കാര്യം അറിയോ? ആബേലിന്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡി ആ കുളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത് ഞാൻ എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതായിരുന്നു. ഫിസിക്കൽ എവിഡൻസ് ഉണ്ട്, ഫോറൻസിക് എവിഡൻസ് ഉണ്ട്. പിന്നെ എങ്ങനെ കുഞ്ഞ് തിരികെ വരും? അപ്പോഴും കോറ പറയും, അവള് ജീവനോടെ ഉണ്ട്. കുഞ്ഞിന്റെ പേര് മാറ്റി അവളിപ്പോ ബോസ്റ്റണിൽ തന്നെ താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ബെവർലി എന്ന പെൺകുട്ടിയെ തെരഞ്ഞു നോക്ക്, അപ്പൊ മനസ്സിലാവും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ആബേല് പറഞ്ഞതനുസരിച്ച് കോറ ബോസ്റ്റണിലേക്ക് പോയി ആബേലിന്റെ മരിച്ചുപോയ മകളെ കണ്ടു ജീവനോടെ. അതിനുശേഷം കോറ അന്ന് രാത്രി തന്നെ അയാളെ കാണാനായിട്ട് പോയി. ആബേൽ അങ്ങനെ വളരെ സീക്രട്ട് ആയിട്ട് നായികയോട് കാര്യങ്ങൾ പറയും. തന്റെ മകളെ ജീവനോടെ കൊണ്ടുവരാൻ ഒരു ലേഡിയാണ് അയാളെ ഹെൽപ്പ് ചെയ്തത്. മന്ത്രവാദം, റിച്വൽ എന്നൊക്കെ പറയാം. ഒരു 7 ദിവസത്തെ ചടങ്ങുകൾ ചെയ്യണം. ഇത് സക്സസ് ആവുകയാണെങ്കിൽ മരിച്ചുപോയവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും. കോറ ഇതൊക്കെ കേട്ട് പകച്ചിരിക്കുകയാണ്. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് അയാൾ ഈ പറയുന്നത്. എന്നാൽ കോറയുടെ മകൻ എന്ത് പറ്റി? അവൻ മരണപ്പെട്ടോ? യാതൊന്നും തന്നെ പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ആബേൽ പറയും, നിനക്കറിയാം നിന്റെ മകൻ ഇപ്പോ ജീവിച്ചിരിപ്പില്ലെന്ന്, അല്ലെങ്കിൽ നീ ഒരിക്കലും എന്നെ കാണാൻ വരില്ലായിരുന്നു. ഇതിനുശേഷം ആ റിച്വൽ ചെയ്യാൻ കോറ തന്റെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി, ഫോൺ ഇതെല്ലാം തന്നെ ഡിസ്കണക്ട് ചെയ്യുന്നു. ഇനി 7 ദിവസം കോറ പുറത്തുള്ളവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനായിട്ട് അവള് ഉപ്പ് കൊണ്ട് കുളിക്കുന്നുണ്ട്. അത് കോറയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്നാണ് ആബേല് പറയുന്നത്. ഇതേ സമയം തന്നെ ആലിസൺ നമ്മുടെ കോറയുടെ എക്സിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു റിസ്ട്രിക്ഷൻ ഓർഡർ കൊടുക്കുന്നുണ്ട്. കോറ ഡ്രഗ് അഡിക്റ്റ് ആവാനും മകനെ നോക്കാതിരുന്നതിനും കാരണക്കാരൻ ഈ എക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി കോറയുടെ ഒരു 100 മീറ്റർ അകലം പോലും എക്സിനെ കാണാൻ പാടില്ല, അവളെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ വാൾട്ടർ ആലിസിനെ കളിയാക്കുമ്പോ അവള് ഗണ്ണ് കാട്ടി അവനെ വാൺ ചെയ്യും. 100 മീറ്റർ അല്ല, ഒരു 100 മൈലിനപ്പുറം ഓടിപ്പൊക്കോണം, മനസ്സിലായോ? ഇതേ സമയം തന്നെ മറുവശത്ത് ആബേല് മന്ത്രവാദത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നു. ഉപ്പുകൊണ്ട് വൃത്തം വരയ്ക്കുന്നു. പിന്നെ ഫ്ലോറിലായിട്ട് ഒരു ചങ്ങല ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കോറയ്ക്ക് ഒരു ഡൗട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടി, പക്ഷേ ആബേലിന്റെ മുഖത്ത് ആ സന്തോഷം കാണാൻ പറ്റുന്നില്ല. നിങ്ങളെന്താ എന്നെ പറ്റിക്കുകയാണോ അതോ കളിപ്പിക്കുകയാണോ? ഈ ഒരു ചോദ്യം കേട്ട് ആബേൽ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. അയാൾ എന്തൊക്കെയോ മരുന്നെടുത്ത് കഴിക്കുന്നുണ്ട്. കോറയ്ക്കിപ്പോ അയാളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് യാതൊരു പിടുത്തവുമില്ല. ആബേലിന്റെ മകള് ജീവനോടെ തിരികെ വന്നെങ്കിലും അയാൾ ഇതുവരെ മകളെ പോയി നേരിട്ട് കണ്ടിട്ടില്ല. ഈ ചടങ്ങുകളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം അയാൾക്ക് നാട്ടിലേക്ക് മടങ്ങി പോവാൻ. മകളിപ്പോ വൈഫിന്റെ കൂടെ സേഫ് ആണ്, യാതൊരു കുഴപ്പമില്ല. അടുത്തതായി ആബേല് നായികയെ പിടിച്ച് ആ വൃത്തത്തിനകത്ത് നിർത്തുന്നുണ്ട്. ശേഷം ആ ചങ്ങല കൊണ്ട് കോറയുടെ കാലിൽ ലോക്ക് ചെയ്യാണ്. അതെന്തിനാന്ന് ചോദിക്കുമ്പോ ആബേല് പറയുന്നത് അത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അവളും എന്തെങ്കിലും ആവട്ടെ എന്നും കരുതി ആ വൃത്തത്തിനകത്ത് നിന്നു. ആബേല് കുറച്ച് മാറി നിന്ന് ബുക്കിൽ നോക്കി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ രാത്രിയായി. അവിടെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കോറയ്ക്ക് തന്റെ ക്ഷമയൊക്കെ നഷ്ടപ്പെട്ടു. ഇയാളിതെങ്ങനെ മന്ത്രങ്ങൾ ജപിച്ച് നിൽക്കുകയാണ്. രാവിലെ തുടങ്ങിയതാണ്, ഇപ്പൊ രാത്രിയായി. ആബേൽ, ഒന്ന് നിർത്തോ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്കിതിൽ നിന്ന് പുറത്തു കിടക്കണം. ഇവളിങ്ങനെ ഒച്ച വെക്കുന്നുണ്ടെങ്കിലും അയാൾ അങ്ങനെ മന്ത്രങ്ങൾ ജപിച്ചോണ്ട് നിൽക്കുക. പിന്നെ ചങ്ങലയുടെ ശബ്ദം കേട്ട് ആബേല് കോറയെ നോക്കുമ്പോ അവള് എയറിൽ അങ്ങനെ പറന്നു നിൽക്കുകയാണ്. അത് കണ്ട് അയാൾക്ക് ഒരുപാട് സന്തോഷായി. ആബേല് അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും അവള് താഴേക്ക് വീണു. ഈ ഒരു സംഭവത്തോടു കൂടി കോറയ്ക്ക് ഉറപ്പായി അയാള് പറയുന്നതെല്ലാം തന്നെ സത്യമാണ്. ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പോവാണ്. കോറയ്ക്ക് സന്തോഷം കൊണ്ട് എന്ത് പറയണോന്നറിയില്ല. അവള് കരയുന്നുണ്ട്. അടുത്ത ദിവസം അവര് രണ്ടുപേരും ആ വൃത്തത്തിനകത്തിരുന്നാണ് ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. രണ്ടുപേരും
മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നു. നായിക ഒരു മെഴുകുതിരി കത്തിച്ച് അത് താഴെ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ വീട് മൊത്തത്തിൽ ഇരുട്ടുമൂടി. പിന്നെ എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒരു ഇരുമ്പ് ഡോറ് തുറക്കുന്നത് പോലെ. കോറ തന്റെ ചെവിയൊക്കെ പൊത്തി പിടിക്കുന്നുണ്ട്. അതായത് ആ ശബ്ദം എന്താന്ന് വെച്ചാല് മരിച്ചവരുടെ ലോകത്തിലേക്കുള്ള ഡോറ് തുറന്നതാണ്. അങ്ങനെ ആബേലും കോറയും ചേർന്ന് ആരെയോ ആ ഇരുട്ടിന്റെ ലോകത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വരൂ വരൂ എന്നും പറഞ്ഞ് മന്ത്രം ജപിക്കുന്നു. എന്നല്ലാതെ ഇവിടെ എന്താണ് ഈ നടക്കുന്നതെന്ന് കോറയ്ക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അടുത്ത ദിവസം കോറയുടെ എക്സ് അവളെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരും. അവനെ പോലീസിൽ നിന്ന് റിസ്ട്രിക്ഷൻ ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. കോറയെ കാണാൻ പാടില്ല, വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന്. ഇപ്പോ പുള്ളിക്കാരൻ കാശിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് അവൻ വീടിനകത്ത് ആബേലിനെ കാണുന്നത്. പിന്നെ ആബേലുമായിട്ട് പിടിവലിയായി ബഹളമായി. ആബേലിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കോറ ഒരു വടിയായിട്ട് അങ്ങോട്ട് വന്നു. വാൾട്ടറും അവിടെ നിന്ന് കാർ എടുത്ത് പോകുന്നു. ഇപ്പോ ആബേല് നായികയോട് ചോദിക്കും, നമുക്ക് ഈ ചടങ്ങുകളൊക്കെ തുടർന്ന് ചെയ്യണോ? അടുത്ത സ്റ്റെപ്പ് ഒത്തിരി അപകടം പിടിച്ചതാണ്, അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് കോറ ആകെ ഷോക്കായി. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്കിത് പൂർത്തിയാക്കണം, എനിക്കെന്റെ മകനെ വേണം. അങ്ങനെ മൂന്നാമത്തെ ദിവസം അവർ ആ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഇന്ന് കോറയ്ക്ക് തന്റെ മകനെ കണ്ണുകൾ കൊണ്ട് കാണാം. അവനെ തൊടാനൊന്നും പറ്റത്തില്ല. നോവയ്ക്ക് എന്ത് പറ്റി, അവൻ എങ്ങനെ മരണപ്പെട്ടു, ഇതൊക്കെ പാസ്റ്റിലേക്ക് പോയി അവൾക്ക് തന്റെ കണ്ണുകൾ കൊണ്ട് കാണാം. പതിയെ പതിയെ സീലിംഗിൽ നിന്ന് വെള്ളത്തുള്ളികൾ വീഴാൻ തുടങ്ങി. അവിടെ കത്തിച്ചു വെച്ചിരുന്ന തിരി അണഞ്ഞുപോയി. അടുത്ത സെക്കൻഡിലെ കോറ തന്റെ എക്സിന്റെ വീട്ടിലാണ് കണ്ണു തുറക്കുന്നത്. നോവ തന്റെ മമ്മിയെ നോക്കി സങ്കടപ്പെട്ടു നിൽക്കുന്നു. അവൻ വീട്ടിലേക്ക് പോവാനായിട്ട് കുറെ തവണ കോറയെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ യാതൊരു രക്ഷയില്ല. കുഞ്ഞിനങ്ങനെ ദേഷ്യവും സങ്കടമൊക്കെ വന്ന് അവന്റെ ബാഗും കളിപ്പാട്ടൊക്കെ എടുത്ത് വീടിന് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ പാസ്റ്റിലേക്ക് ചെന്ന കോറ തന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് വാനിൽ വന്നൊരു അപ്പൂപ്പൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോവാണ്. ഈ ഒരു താടിക്കാരനെ നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്. കോറ മകനെ കാണാതായി ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ പോയപ്പോ അവിടെ ഈ ഒരു താടിക്കാരനുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കോറ പറയുന്ന സങ്കടങ്ങളൊക്കെ കേട്ട് ഇയാൾ സന്തോഷിക്കുകയായിരുന്നു. സത്യത്തിലെ നോവയെ തട്ടിക്കൊണ്ടുപോയത് ഈ ഒരു താടിക്കാരനാണ്. ഈ ഒരു കാഴ്ച കണ്ട് കോറ അലറി വിളിക്കുന്നുണ്ട്. അവൾക്ക് പിന്നിലായിട്ട് ഒരു കറുത്ത രൂപത്തെ കാണാം. ഈ ഒരു നിമിഷം ഏതൊരു അമ്മയെ കൊണ്ടും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അവള് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും ആ ഡീമൻ കോറയുടെ വാ പൊത്തിപ്പിടിക്കും. നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമെങ്കിൽ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് നിന്റെ മകനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് കോറ സഹോദരിയോട് പറയും, ഞാൻ എന്റെ മകനെ കണ്ടു, അത് സത്യമായിരുന്നു. എന്നാ ആലീസിനെ കൊണ്ട് അത് വിശ്വസിക്കാൻ വയ്യ. കോറ, നീ പറയുന്നതൊക്കെ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് കേട്ടില്ലേ? നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ല? പറഞ്ഞിട്ട് നിനക്ക് എന്നെ ഭ്രാന്തി എന്ന് വിളിക്കാനാണോ? എനിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് ചേച്ചിയും അനിയത്തിയും സങ്കടപ്പെടുന്നുണ്ട്. ഇതിനുശേഷം പോലീസുകാര് കോറ പറഞ്ഞതനുസരിച്ച് ആബേലിന്റെ മകളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. ആലീസിന് തന്റെ കണ്ണുകളെ കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോ ഇന്ന് ഈ റിച്വലിന്റെ അവസാന ദിവസമാണ്, 7th ഡേ. കോറ ഈ ചടങ്ങ് ചെയ്യാനായിട്ട് ഒട്ടും തയ്യാറായിരുന്നില്ല. കാരണം കുഞ്ഞിനെ കണ്ടപ്പോ അവളുടെ മനസ്സാകെ തകർന്നുപോയി. ആബേല് അവളെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. ഇന്നത്തേത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. ഇന്ന് നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരു ഡീൽ ഉണ്ടാക്കും. അതെന്ത് ഡീലാണെന്ന് അയാൾ വ്യക്തമായിട്ട് പറയുന്നില്ല. ഇന്ന് രാത്രി എന്ത് തന്നെ സംഭവിച്ചാലും ആ വൃത്തത്തിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ പാടില്ല. നമ്മൾ ഓൾമോസ്റ്റ് മകന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഒടുവിൽ കോറ അതിന് സമ്മതിക്കുകയാണ്. എന്തായാലും ഇത്രയായില്ലേ? നായിക അയാളുടെ കയ്യിലായിട്ട് ചങ്ങല ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഡീമനെ ക്ഷണിക്കാനായിട്ട് ആ വൃത്തത്തിനകത്ത് മന്ത്രങ്ങൾ എഴുതുന്നുണ്ട്. പിന്നെ അവർക്ക് ചുറ്റും ഇരുട്ട് പടരാൻ തുടങ്ങി. എന്തിനെയോ കാത്ത് ആബേല് മുകളിലേക്ക് നോക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ അയാൾ ആ വൃത്തത്തിനകത്ത് കിടന്ന് പെടയാൻ തുടങ്ങി. കോറയ്ക്ക് പേടിച്ചിട്ട് എന്താ ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് അയാൾ ചിരിക്കുകയാണ്. ആബേല് വളരെ നോർമലായി. ഓക്കെ ആയോ? കോറ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്നു. ആബേല് അപ്പോഴും ആ ചങ്ങലയിൽ കിടന്ന് പെടയുമാണ്. അയാള് മനുഷ്യന്റെ മുടിയും അസ്ഥികളൊക്കെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. പോരാത്തതിനെ ആബേല് നായികയുടെ മുഖത്തേക്ക് ഒരു തുപ്പും വെച്ചു കൊടുത്തു. പിന്നെ പറയണോ, അവള് റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് തന്റെ ജീവനും കൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി. ഈ സമയം ആബേലിന്റെ വായ്ക്കുള്ളിൽ നിന്ന് എന്തോ ഒരു ഭീകര രൂപം പുറത്തേക്ക് വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അവൾക്കെന്തോ വീടിന് പുറത്തെത്തിയപ്പോ മകനെ കുറിച്ച് ഓർമ്മ വന്നു. താഴെ നോവ കോറി വരച്ചിരുന്ന ചിത്രങ്ങൾ കാണാം. അവൾക്ക് അകത്തേക്ക് പോവല്ലാതെ വേറൊരു വഴിയില്ല. ഒരല്പസമയം കഴിഞ്ഞ് കോറ വീടിനകത്തേക്ക് ചെന്നു. അവിടെ ആബേല് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് ബോധം തെളിഞ്ഞ അയാള് കയ്യിലുണ്ടായിരുന്ന ആ ചങ്ങലയൊക്കെ പറിച്ചെടുത്ത് അവളെ
അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അവളും പേടിച്ചിട്ട് ഒരു മൂലക്കിരുന്നു. നീയാണ് കാരണം, നീ എല്ലാം നശിപ്പിച്ചു. ഇതെല്ലാം പറഞ്ഞ് അയാള് കൊറേ അറ്റാക്ക് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ ഏതൊരു അദൃശ്യ ശക്തി ആബേലിനെ അവിടെ നിന്ന് ഇരുട്ടിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. കോറയുടെ പിറകില് ആടിന്റെ തലയുള്ള ഡീമനെ കാണാം. നിനക്ക് നിന്റെ മകനെ കാണണ്ടേ? അതിന് കോറ പറയും, അതെ, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് ആ ഡീമൻ പറയും, എനിക്കറിയാം, നീ എന്തും ചെയ്യും. നീ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങുകൾ പൂർത്തിയാക്ക, എന്നാ നിനക്ക് കുഞ്ഞിനെ കിട്ടും. ഇപ്പോ ഈ ചടങ്ങ് പൂർത്തിയാക്കാനായിട്ട് ആബേലില്ലല്ലോ. കോറയ്ക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല. നിനക്കറിയാനുള്ളത് ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ആ ഡീമൻ അവിടെ നിന്ന് മാറിപ്പോയി. അതായത് ആബേല് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് കോറ ഈ ചടങ്ങ് ചെയ്ത് തീർക്കണം. അതിനായി ആദ്യം തന്നെ കോറ വീടിനടുത്തുണ്ടായിരുന്ന ഒരാടിനെ വീടിനകത്തേക്ക് പിടിച്ചോണ്ട് വന്നിരിക്കുക. അതിന് ബലി കൊടുക്കാൻ അവൾ ആ ആടിനെ പിടിച്ച് ഒരു മുറിക്കകത്താക്കി ഡോർ അടയ്ക്കുന്നു. അപ്പൊ തന്നെ ആ ഡീമൻ അതിനെ ആക്രമിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. പിന്നെ ആ മുറി മുഴുവനും മന്ത്രങ്ങൾ എഴുതുന്നു. ഇനി അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് കോറയ്ക്ക് യാതൊരു പിടിയില്ല. അവൾ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇപ്പോ ആ ഡീമന്റെ വോയിസ് കേൾക്കാം, വന്ന് ആ വൃത്തത്തിനകത്ത് നിൽക്ക്. അവള് പേടിച്ച് പേടിച്ച് പതിയെ ആ വൃത്തത്തിനകത്തേക്ക് കാലെടുത്തു വെച്ചു. അടുത്ത സെക്കൻഡിൽ തന്നെ കോറ മറ്റൊരു ലോകത്തേക്ക് പോയി. കോറ ഇപ്പോ ഒരു ഗോതമ്പ് പാടത്തിന് നടുക്കാണ്. ഗോതമ്പാണോ ബാർലിയാണോ എന്നറിയില്ല. അവള് ചുറ്റുപാടും കുഞ്ഞിനെ തെരഞ്ഞു നോക്കുമ്പോ ദേ അവിടെ ആബേല് നിൽക്കുന്നു. എന്റെ കുഞ്ഞെവിടെ? അതിന് അയാളും ചുറ്റുപാടും നോക്കിയിട്ട് പറയും, അവൻ ഉടനെ തന്നെ വരും. ആബേല് അവളെ ഒരു ടേബിളിന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ആബേലിന്റെ മട്ടും ഭാവമൊക്കെ മാറാൻ തുടങ്ങി. അവളോട് പച്ച മാംസം കഴിക്കാൻ പറഞ്ഞ് അയാള് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട്. കോറ ഈ മീറ്റ് കഴിച്ചാലേ നോവയ്ക്ക് തന്റെ ശരീരം തിരികെ കിട്ടൂ. പിന്നെ ഒന്നും നോക്കിയില്ല, കോറ എങ്ങനെയൊക്കെയോ ആ മീറ്റ് കഴിക്കുന്നുണ്ട്. എന്നാ അടുത്തതായി കോറ ആടിന്റെ ബ്ലഡ് കുടിക്കണം, എന്നാലേ നോവയുടെ ശരീരത്തിന് ജീവൻ തിരികെ കിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളൊക്കെ വെച്ചിട്ടും കോറ അത് കുടിക്കാൻ തയ്യാറായില്ല. അവൾ അത് തുപ്പിക്കളഞ്ഞു. ഇത് കണ്ടതോടെ ആബേൽ അവിടെ കിടന്ന് അലറാൻ തുടങ്ങി. ഇപ്പോഴാണ് നമ്മുടെ കഥാനായിക ആ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിയുന്നത്. ആബേല് തന്റെ മകളെ ജീവനോടെ കൊണ്ടുവരാൻ തന്റെ ശരീരം ആ ഡീമന് കൊടുക്കുമായിരുന്നു. അതായത് ഇത്രയും വർഷം ആ ഡീമൻ ഉണ്ടായിരുന്നത് ആബേലിന്റെ ശരീരത്തിലായിരുന്നു. ആബേലിനിപ്പോ മകളുടെ അടുത്തേക്ക് പോകണം, ഒരു നോർമൽ ലൈഫ് വേണം, സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിയണം. അതിന് ആ ഡീമനെ തന്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കണം. അതിനു വേണ്ടിയാണ് അയാൾ കോറയെ കണ്ടെത്തിയത്. ആ ഡീമന് പുതിയൊരു വെസല് വേണം, അത് കോറയാണ്. എത്രയായിട്ടും ആ ബ്ലഡ് കുടിക്കാൻ പറഞ്ഞ് ആബേലെ ഒരു ഭ്രാന്തനെ പോലെ അലറുന്നുണ്ട്. എന്നാ കോറ എന്താ ചെയ്യാന്നറിയോ? ആ ബ്ലഡ് എടുത്ത് താഴേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ അവള് റിയൽ വേൾഡിലേക്ക് തിരിച്ചെത്തി. ഇപ്പോ ആബേലിനെ താൻ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഈ റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആബേലിന്റെ മകളെ ആ ഡീമൻ തിരികെ കൊണ്ടുപോകും. ഇനി കോറ ഈ ഡീമനുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് മകന് വേണ്ടി. അതായത് കോറയ്ക്ക് പകരം ഒരു വെസല് കണ്ടെത്തണം. ആ ഡീമന് കഴിയാനായിട്ട് മറ്റൊരു ശരീരം വേണം. അവളതിനെ സമ്മതിക്കാതാവുമ്പോ ആ ഡീമൻ മകന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നായികയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ നിന്നെ കാണാതെ സങ്കടത്തിലാണ്, അവൻ വേദനയിലാണ്. ഉടനെ തന്നെ കോറ പറയും, എന്നെ കൊണ്ട് പറ്റും, ഞാനത് ചെയ്യാം. അവള് ഉടനെ തന്നെ തന്റെ എക്സിനെ ഫോൺ ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് വരാൻ പറഞ്ഞ്. പുള്ളിക്കാരൻ അന്ന് രാത്രി തന്നെ ആ വീട്ടിലേക്ക് വന്നു. വോൾട്ടർ വീടിനകത്തേക്ക് വന്ന് നോക്കുമ്പോ അകത്ത് വെട്ടവും വെളിച്ചമൊന്നുമില്ല. പിന്നെ താഴെ നിറയെ ഉപ്പാണ്, മന്ത്രങ്ങള്, ബ്ലഡ്, എല്ലും മുടിയൊക്കെയാണ്. ഇതൊക്കെ കണ്ട് വോൾട്ടറിന്റെ കിളിയൊക്കെ പോയി. നോക്കുമ്പോ കോറ സ്റ്റെയറിന് താഴെയായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ട്. അവൻ പണത്തിന് വേണ്ടിയാണ് അവളെ കാണാനായിട്ട് വന്നത്. എത്ര വിളിച്ചിട്ടും കോറയ്ക്ക് യാതൊരു അനക്കവുമില്ല. പെട്ടെന്ന് പിറകിൽ നിന്ന് ആ ഡീമൻ എക്സിനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ വോൾട്ടറിന്റെ ബോഡി ആ ഡീമൻ സ്വീകരിക്കില്ല. കാരണം വോൾട്ടറിന്റെ ബോഡിയും സോളൊന്നും തന്നെ പ്യൂർ അല്ല. അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് വോൾട്ടറിന് യാതൊരു ഇമോഷൻ ഇല്ല, സ്നേഹം, സങ്കടം യാതൊന്നും തന്നെയില്ല. പണി പാളി എന്ന് തിരിച്ചറിഞ്ഞ കോറ രക്ഷപ്പെടാനായിട്ട് ഡോറിന്റെ അടുത്തേക്ക് ഓടി. ആ ഡോർ ഇപ്പോ തുറക്കാനും പറ്റുന്നില്ല. പിന്നെ ഒരു മുറി മുഴുവനും ഉപ്പ് വെതറി അവൾ അതിനകത്ത് ഒളിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ കണക്ട് ചെയ്ത് പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഇപ്പോ പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കുന്നത് വരെ കോറ ഇവിടെ സ്റ്റേഷനിലെ ഹോൾഡിലായിരിക്കും. അവൾക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല. ഇത് കേട്ടതോടെ കോറയ്ക്കാകെ പേടിയായി. എന്നെ കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ പറ്റത്തില്ല, ആലിസൺ, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ, എന്നെ തനിച്ചാക്കില്ല എന്ന് പറഞ്ഞ് അവള് കരയുന്നുണ്ട്. കോറ എന്തൊക്കെ പറഞ്ഞിട്ടും ആലിസൺ അത് വിശ്വസിക്കില്ല. നീ ഇപ്പോ ഇവിടെ സേഫ് ആണ്, നീ കുറച്ചു നേരം കിടന്നുറങ്ങ്, എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് ചേച്ചി
ചേച്ചി അവിടെ നിന്ന് പോയി. ആലിസൺ കാറിലിരുന്ന് കരയുന്നുണ്ട്. ഇവിടെ മറ്റൊരു വശത്ത് കോറ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ശ്രമിച്ചതല്ലേ, പ്ലീസ് എന്റെ അടുത്തേക്ക് വരല്ലേ. ഇതൊരു മന്ത്രം പോലെ പറഞ്ഞോണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട്. പിന്നീട് എപ്പോഴോ കോറ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പൊ തന്നെ അവിടെയുള്ള ലൈറ്റ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്ന് പറഞ്ഞ് അവള് ബഹളം വെക്കുന്നുണ്ട്. ഒരു പോലീസ് ലേഡി അങ്ങോട്ട് ഓടി വരുന്നുണ്ടെങ്കിലും അവൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവര് വിശ്വസിക്കില്ല. അവരവിടെ നിന്ന് മാറിപ്പോയി. ഇതേ സമയം തന്നെ ആലിസൺ തന്റെ അനിയത്തി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അതൊക്കെ സത്യാണോ എന്നറിയാൻ ആ വീട്ടിലെത്തി. ഇവിടെ മറ്റൊരു വശത്ത് ആ ഡീമൻ കോറയെ തെരഞ്ഞ് ആ സെല്ലിനകത്തെത്തി. നീ ഒരുപാട് വേദന തിന്നില്ലേ, നിന്റെ കുഞ്ഞിനെ ഒരമ്മയെ വേണ്ടേ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ആ ഡീമൻ അവളുടെ മനസ്സ് മാറ്റുന്നുണ്ട്. ആ ഡീമൻ ആവശ്യം ഒരു മനുഷ്യന്റെ ബോഡിയാണ്. കോറ ആ ഡീമനെ തന്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നു, ആബേലിനെ പോലെ തന്നെ. മറ്റൊരു വശത്ത് ആലിസൺ ആ വീടൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെയുള്ള കബോർഡിനുള്ളിൽ നിന്ന് എന്തൊരു ശബ്ദം കേൾക്കാം. ആലിസൺ ആ ഡോറ് തുറന്നു നോക്കുമ്പോ അത് കോറയുടെ മകനാണ് നോവ. കുഞ്ഞ് ജീവനോടെ തിരികെ വന്നിരിക്കുകയാണ്. ആലിസനെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. ഈ ഒരു സീനോടെയാണ് ഫ്രം ബ്ലാക്ക് എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.